നമസ്കാരം. ഐഡിയൽ എക്സ്പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതെങ്കിലും ഒരു റോ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള സീരിയൽ നമ്പേഴ്സിന് വ്യത്യാസം വരാതെ എങ്ങനെ നിലനിർത്താമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ഒരു കോളത്തിൽ നമ്പർ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പല മെത്തേഡ് ഉണ്ട് അല്ലേ. ആദ്യം 1 2 എന്ന് എഴുതിയിട്ട് നമുക്ക് രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കണ്ടിന്യൂസ് നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ 1 2 ഇതിന് ശേഷം നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഇതിനെ ഡ്രാഗ് ചെയ്താലും നമുക്ക് നമ്പർ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഹോം ടാബിൽ പോയിട്ട് ഫിൽ എന്നുള്ള ഓപ്ഷനിൽ നിന്നും സീരീസ് സെലക്ട് ചെയ്ത് കോളം സെലക്ട് ചെയ്ത് നമുക്ക് ഏതുവരെയാണോ നമ്പർ വേണ്ടത് ആ സ്റ്റോപ്പ് വാല്യൂ സെറ്റ് ചെയ്ത് ഓക്കെ പറഞ്ഞാലും ഓട്ടോ ഫില്ലിലൂടെ നമ്പർ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിലൊക്കെയുള്ള കുഴപ്പം എന്താണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു റോ, ഇപ്പം ഞാൻ ഈ 5th റോ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. 5th സീരിയൽ നമ്പറുള്ള റോ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ 5 എന്നുള്ള ആ ഒരു സീരിയൽ നമ്പറേ പോയി അല്ലേ, ആ റോയും പോയി, അതോടൊപ്പം 5 എന്നുള്ള നമ്പറും പോയി. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് 1 2 3 4 1 പിന്നെ 6 7 8 9 ഇങ്ങനെയാണ് നമ്പേഴ്സ് വരുന്നത്. ഇങ്ങനെയല്ലാതെ നമുക്കൊരു റോ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ കണ്ടിന്യൂസ് നമ്പേഴ്സിന് വ്യത്യാസമൊന്നും വരാതെ എങ്ങനെ നമ്പർ ഇൻസേർട്ട് ചെയ്യാം? അതിനാണ് നമ്മൾ റോ എന്നുള്ള ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. ഈക്വൽ ടു റോ എന്ന് ഞാൻ കൊടുക്കുന്നു, വെറുതെ ബ്രാക്കറ്റ് ഇടുന്നു, എൻ്റർ ചെയ്യുന്നു. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെങ്കിൽ ഇത് എത്രാമത്തെ റോയാണോ ആ നമ്പറാണ് ആ കോളത്തിലേക്ക് വരിക. ഇപ്പോൾ ഫസ്റ്റ് റോയിൽ സീരിയൽ നമ്പറാണ്, സെക്കൻഡ് റോയിലാണ് ഞാൻ റോ എന്നുള്ള ഫങ്ഷൻ കൊടുത്തത്. അതുകൊണ്ട് സെക്കൻഡ് റോയിലെ നമ്പറാണ്, അതായത് സെക്കൻഡ് റോ ആ നമ്പർ 2 എന്നുള്ള നമ്പറാണ് ആ കോളത്തിലേക്ക് വന്നത്. എനിക്ക് വേണ്ടത് ഇവിടെ നിന്ന് 1 എന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റോ എന്നുള്ള ഫങ്ഷൻ കൊടുക്കുക, അതിന് ശേഷം ഒരു -1 കൊടുക്കുക, അതായത് 1 കുറയ്ക്കണം. സെക്കൻഡ് റോയിലാണ് ഞാൻ നിൽക്കുന്നത്, പക്ഷേ എനിക്ക് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ റോ എന്നുള്ള ഫങ്ഷൻ കൊടുക്കുക, അതിന് ശേഷം -1 കൊടുക്കുക, എൻ്റർ അടിക്കുക. ഇപ്പോൾ 2 എന്നുള്ള നമ്പർ 1 മാറും. ഇനി എന്ത് ചെയ്താൽ മതി? ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആ കണ്ടിന്യൂസ് നമ്പേഴ്സ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് നോക്കാം. 5th സീരിയൽ നമ്പർ 5 ആയിട്ടുള്ള ഈ റോ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. കണ്ടോ, കണ്ടിന്യൂസ് ആയിട്ട് 1 2 3 4 5 6 7 8 എന്നുള്ള രീതിയിൽ ആ സീരിയൽ നമ്പർ നിലനിർത്താനായിട്ട് നമുക്ക് സാധിച്ചു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.